ഈ സനാതനധർമ്മം എന്ന മഹത്തായ ധർമ്മ സംഹിതയെപ്പറ്റി നമുക്ക് എന്തറിയാം എന്നുള്ളതാണ്. സാധാരണ സനാതനധർമ്മം എന്ന് കേൾക്കുമ്പോൾ അത് ഹിന്ദുമതത്തിൻ്റെ എന്തോ ഒരു ഭാഗമാണെന്ന രീതിയിലാണ് പലരും ധരിക്കാറ്. എന്നാൽ സനാതനധർമ്മം ഒരു 46 രാജ്യങ്ങളിൽ പരന്നു കിടന്ന വിശാലമായ 12,000 വർഷം ചരിത്രമുള്ള ഒരു സംഹിതയാണ് സനാതനധർമ്മം എന്ന ധർമ്മം. ഏറ്റവും പഴക്കമുള്ള അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തുർക്കിയുടെയും യുക്രൈൻ്റെയും ഏരിയയിലാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരം എന്നറിയപ്പെടുന്ന ഗോബക്കി തെപ്പി, കരാളിത്തെപ്പി തുടങ്ങിയ പ്രാചീന നഗരങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഒരു 15 കൊല്ലത്തിന് മുമ്പ് അത് ലോകം മുഴുവൻ അത് കാണിക്കപ്പെട്ടു. ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെയും സുമേറിയൻ സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു 5000 കൊല്ലം മുമ്പുള്ളതാണ് ഈ സംസ്കാരങ്ങൾ. ആ സംസ്കാരങ്ങളിൽ കിട്ടിയ പ്രധാന വിഗ്രഹങ്ങൾ ശിവലിംഗവും ശിവക്ഷേത്രവും ആണ്. അന്ന് മുതൽ സനാതനധർമ്മത്തിൻ്റെ കൃത്യമായ രേഖകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഏറ്റവും വടക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ഷേത്രം യുക്രൈൻ്റെയും റഷ്യയുടെയും ബോർഡറിൽ, യുക്രൈൻ ഇപ്പോൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന കുർസ്ക് എന്ന സ്ഥലത്താണ്. അവിടെ ഒരു വലിയ മഞ്ഞുമല ഇടിഞ്ഞ് താഴെ വന്നു. ആ മഞ്ഞുമല നീക്കി ചെന്നപ്പോൾ അതിനടിയിൽ കണ്ടെത്തിയത് ഒരു ശിവലിംഗ പ്രതിഷ്ഠയുള്ള ഒരു ശിവക്ഷേത്രമായിരുന്നു. 8000 കൊല്ലം പഴക്കമുള്ള ഒരു ക്ഷേത്രം. ഈ തീരപ്രദേശത്താണ് കാസ്പിയൻ കടൽ എന്ന കടൽ സ്ഥിതി ചെയ്യുന്നത്. കാസ്പിയൻ കടലിന് ആ പേര് വരുന്നത് സനാതനധർമ്മത്തിലെ മഹാനായ കശ്യപ മുനിയുടെ പേരിൽ നിന്നാണ്. കശ്യപ മുനി ആ കടൽ തീരത്താണ് താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കശ്യപ്യ സാഗരം ആണ് കാസ്പിയൻ കടൽ എന്ന് ഇംഗ്ലീഷിൽ ഇപ്പോൾ നമ്മൾ വിളിക്കുന്നത്. അവിടെ താമസിച്ചിരുന്ന കശ്യപ മുനിയും അദ്ദേഹത്തിൻ്റെ മക്കളായ ദേവന്മാരും അസുരന്മാരും ദൈത്യന്മാരും ദാനവന്മാരും എല്ലാം കൂടി യുക്രൈൻ്റെ ബോർഡറിൽ നിന്ന് യാത്ര ചെയ്ത് അവർ ഇന്ത്യയുടെ കാശ്മീർ പ്രദേശത്ത് എത്തിച്ചേർന്നു. കാശ്മീർ എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് കശ്യപ്യമീർ, കശ്യപ്യൻ മക്കളോടൊപ്പം താമസിച്ച മല എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ മുസ്ലിങ്ങളുടെ ഒരു ബന്ധവുമില്ല. കാശ്മീർ, കശ്യപ്യമീർ. കശ്യപൻ്റെയും അദ്ദേഹത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ദേവന്മാർ, അസുരന്മാർ, ദാനവന്മാർ, അവർ ആ വലിയ സനാതന സംസ്കാരം 7 രാജ്യങ്ങളിലായി അന്ന് പടർന്നു കിടന്നിരുന്നു. ഇന്ന് നമ്മൾ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ടർക്കമെനിസ്ഥാൻ, കിർഗിസ്ഥാൻ എന്നൊക്കെ വിളിക്കുന്ന 6 രാജ്യങ്ങൾ. ആ 6 രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിം രാജ്യങ്ങളാണ്. 6 രാജ്യങ്ങളിൽ നിന്ന് 4000-ഓളം ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അറൗണ്ട് 4000. ഈ 6 രാജ്യങ്ങൾ കടന്നാൽ അടുത്തത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ പണ്ട് സനാതനധർമ്മത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. മഹാഭാരതത്തിലെ കൗരവന്മാരുടെ അമ്മ ഗാന്ധാരി അഫ്ഗാനിസ്ഥാൻകാരിയായിരുന്നു. ഗാന്ധാരി എന്നുള്ള വാക്ക് വരുന്നത് ഗാന്ധാര ദേശത്തെ രാജകുമാരി ആയതുകൊണ്ടാണ്. ആ ഗാന്ധാരം എന്നുള്ള വാക്ക് ഇന്ന് നമ്മൾ വിളിക്കുന്നത് കാണ്ഡഹാർ. ഗാന്ധാരമാണ് കാണ്ഡഹാർ ആവുന്നത്. നമ്മുടെ വിമാനം തട്ടിക്കൊണ്ടുപോയ സ്ഥലം. അവിടെ താമസിച്ചിരുന്നവരെ വിളിച്ച പേരാണ് ഗന്ധർവന്മാർ. അവർ സംഗീതത്തിൽ വളരെ വിദഗ്ധരായിരുന്നു, നൃത്തത്തിൽ വലിയ വിദഗ്ധരായിരുന്നു. അതുകൊണ്ടാണ് വലിയ പാട്ടുകാരെയൊക്കെ ഗന്ധർവന്മാർ എന്ന് വിളിക്കുന്നത്. നമ്മുടെ പ്രിയങ്കരനായ യേശുദാസിനെ നമ്മൾ വിളിക്കുന്നു ഗാന ഗന്ധർവൻ. പണ്ട് അഫ്ഗാനിസ്ഥാനിലെ പാട്ടുകാരെ പോലെ പാടുന്നയാൾ. അവരുടെ വലിയ സ്ത്രീകൾ വലിയ നർത്തകികളായിരുന്നു. ആ വലിയ നർത്തകികളെ അപ്സരസ് എന്ന് വിളിച്ചു. കാണാൻ സൗന്ദര്യമുണ്ട്, നല്ലപോലെ ഡാൻസും ചെയ്യും. ഊർവശി, മേനക, രംഭ, തിലോത്തമ, ദേവേന്ദ്രൻ്റെ ഭാര്യമാരെല്ലാം അഫ്ഗാനിസ്ഥാൻകാരായിരുന്നു. അപ്സരസുകൾ നല്ല നർത്തകികളായിരുന്നു. അഫ്ഗാനിസ്ഥാൻ തൊട്ടപ്പുറത്താണ് ഇറാൻ, നമ്മൾ പേർഷ്യ എന്ന് വിളിക്കുന്ന സ്ഥലം. ആ പേർഷ്യയുടെ ഒറിജിനൽ പേര് ഇറാൻ. ഇറാൻ എന്ന് പറഞ്ഞാൽ ആര്യനവാസോ, ആര്യന്മാർ താമസിക്കുന്ന സ്ഥലം എന്നാണ് ഇറാൻ എന്ന വാക്കിൻ്റെ അർത്ഥം.
ഇറാനിൽ അവരുടെ ഔദ്യോഗിക ഭാഷ സംസ്കൃതമായിരുന്നു. പേർഷ്യൻ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ചക്രവർത്തിയായിരുന്നു സൈറസ്. സൈറസ് എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ സരസ എന്ന വാക്കുള്ള രാജാവായിരുന്നു. ഈ സരസ എന്ന വാക്ക് പേർഷ്യക്കാരുടെ വായിൽ കൂടെ ഗ്രീക്കുകാർ കേട്ടപ്പം അവരതിനെ സൈറസ് എന്ന് മാറ്റി. സൈറസിൻ്റെ കൊച്ചുമകനായിരുന്നു സർക്സസ് എന്ന് ഗ്രീക്ക് പുരാണത്തിൽ വിളിക്കുന്നയാൾ. സർക്സസ് രാജാവിൻ്റെ ശരിയായ പേര് സംസ്കൃതത്തിൽ സഹർഷ എന്നായിരുന്നു. ആ സഹർഷ എന്ന വാക്കാണ് സർക്സസ് എന്ന് ഗ്രീക്കുകാരുടെ പുസ്തകത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആ സക്സസ് രാജാവിൻ്റെ മകനായിരുന്നു അർട്ടാസക്സസ്. അർട്ടാസക്സസിന് സംസ്കൃതത്തിലെ പേര് അർത്ഥസഹർഷൻ, സഹർഷൻ്റെ മകൻ. ഈ അർത്ഥസഹർഷനാണ് ഞങ്ങളുടെ വേദപുസ്തകത്തിലെ എസ്തർ രാജ്ഞിയെ വിവാഹം കഴിച്ചായി വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആൾ, അർട്ടാസക്സസ്. പേർഷ്യൻ സംസ്കാരം മുഴുവൻ സനാതനധർമ്മമായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മാത്രം 3000-ലേറെ ക്ഷേത്രങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുറച്ചൊക്കെ താലിബാൻ തകർത്തിട്ടുണ്ട്, പക്ഷേ ബാക്കി ക്ഷേത്രങ്ങൾ ഇപ്പം നിൽക്കുന്നുണ്ട്. വിശ്വാസികളൊന്നുമില്ല കാര്യമായിട്ട്. കഴിഞ്ഞ യുദ്ധം കഴിഞ്ഞപ്പോൾ 3 ലക്ഷത്തോളം ഹിന്ദുക്കൾ തിരിച്ച് ഇന്ത്യയിലോട്ട് മടങ്ങി. അതുകൊണ്ട് പല ക്ഷേത്രത്തിലും ആളുകളില്ല. ഇറാൻ്റെ അപ്പുറത്താണ് ഇറാഖ് എന്ന രാജ്യം. ഇപ്പോൾ 99% മുസ്ലിങ്ങളാണ്. ഇറാഖിലെ ഒറിജിനൽ രാജവംശം സനാതനധർമ്മ വിശ്വാസികളായിരുന്നു, കാസൈറ്റുകൾ. കാസൈറ്റുകളുടെ തൊട്ട് താഴെയാണ് മിട്ടാനികൾ. ഇവർ രണ്ടുപേരും സനാതനധർമ്മ വിശ്വാസികളായിരുന്നു. തുർക്കി ഒരു വലിയ മുസ്ലിം രാജ്യമാണ്. പക്ഷെ തുർക്കി ഒറിജിനലി സനാതനധർമ്മ വിശ്വാസികൾ താമസിച്ചൊരു സ്ഥലമായിരുന്നു. തുർക്കിയിലെ രാജവംശമാണ് ഹിറ്റൈറ്റുകൾ, ഹിദാവ്യർ. ആ ഹിറ്റൈറ്റുകൾ ഇറാഖിലെ ഭരണാധികാരികളെ മിട്ടാനികളും 3400 വർഷത്തിന് മുമ്പ് ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുന്നുണ്ട്. ആ എഗ്രിമെൻ്റ് ഖനനം നടത്തിയ ശാസ്ത്രജ്ഞന്മാർക്ക് കിട്ടി. അതാണ് ബോഗസ്കോയി ശിലാലിഖിതങ്ങൾ എന്ന് പറയുന്നത്, ബോഗസ്കോയി ലിഖിതങ്ങൾ. ഈ ബോഗസ്കോയി ലിഖിതങ്ങളിൽ തുർക്കിയിലെ രാജാവും ഇറാഖിലെ രാജാവും തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുകയാണ്. എഗ്രിമെൻ്റ് തുടങ്ങുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെയും ഞങ്ങളുടെയും ദേവന്മാരായ ഇന്ദ്രൻ്റെയും വിത്രൻ്റെയും വരുണൻ്റെയും സാക്ഷിയായി നമ്മൾ ഈ എഗ്രിമെൻ്റ് ഒപ്പിടുകയാണ്. ഋഗ്വേദത്തിലെ ദൈവസങ്കല്പങ്ങളായ ഇന്ദ്രനും വിത്രനും വരുണനും തുർക്കിയിലുള്ള ജനങ്ങളുടെയും ഇറാഖിലെ ജനങ്ങളുടെയും ദൈവസങ്കല്പങ്ങളായിരുന്നു. അവർ സനാതനധർമ്മത്തിലെ ആശയത്തിൽ വിശ്വസിച്ചിരുന്നവരാണ്. അവിടെ നിന്നങ്ങ് ഈജിപ്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈജിപ്തിൽ വളരെ രസകരമായി സനാതനധർമ്മത്തിലെ ദൈവസങ്കല്പങ്ങളെ പേര് മാറ്റി വിളിക്കുന്നത് കാണാം. നമുക്ക് ഗരുഡൻ എന്ന സങ്കല്പമുണ്ട്. ആ ഗരുഡനെ ഈജിപ്തുകാർ വിളിച്ചു ഹോറസ് എന്ന് വിളിച്ചു. നമുക്ക് നരസിംഹം എന്ന സങ്കല്പമുണ്ട്. അത് ഈജിപ്തിൽ സ്ഫിങ്സ് ആണ്, 66 അടി പൊക്കമുള്ള സ്ഫിങ്സ്. തല രാമസേസ് രണ്ടാമൻ്റെ തലയും ഉടൽ സിംഹത്തിൻ്റെയുമാണ്. ഈജിപ്തിലും ഇറാനിലും ഇറാഖിലും ആ ദൈവസങ്കല്പത്തെ വിളിച്ചത് സിംഹനരൻ, സിംഹത്തിൻ്റെ ഉടലും മനുഷ്യൻ്റെ തലയുമുള്ള ദൈവസങ്കല്പം സ്ഫിങ്സ്. പക്ഷേ ആ സിംഹനരൻ ഇന്ത്യയിലെത്തിയപ്പോൾ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ 4ാമത്തെ അവതാരം നരസിംഹം ഇവിടെ വന്നപ്പം തല സിംഹത്തിൻ്റെയും ഉടൽ മനുഷ്യൻ്റെയായി മാറി. പക്ഷേ സിംഹനരനും നരസിംഹനും സ്ഫിങ്സും ഒരേ സനാതനധർമ്മത്തിലെ അവതാര സങ്കല്പമായിരുന്നു. അതെല്ലായിടത്തും കാണാം. നമ്മുടെ ഹനുമാൻ അവർക്കൊരു ദൈവമാണ്, നു എന്നവർ വിളിച്ചു. നമ്മുടെ ഭഗവതി അവർക്കൊരു ദേവതയാണ്, അവർ വിളിക്കുന്ന പേര് ഐസിസ് എന്നാണ്. അവരുടെ പ്രധാന ഈശ്വര സങ്കല്പം ഓസിരിസ്, സംസ്കൃതത്തിലെ ഈശ്വര, ഈജിപ്തിൽ ഓസിരിസ് എന്നായി. അങ്ങനെ വിശാലമായ സങ്കല്പമായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി ഈജിപ്തിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചത് 30 ഹിന്ദുക്കളായിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി മുമ്പിൽ 12 പെൺകുട്ടികൾ നൃത്തം ചവിട്ടി. അവർ 12 പെൺകുട്ടികളും ഹിന്ദു പെൺകുട്ടികളായിരുന്നു. ഇത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ യാത്രാവിവരണം എഴുതിയ ഇന്നസ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. തെക്കൻ ഏഷ്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയും
നേപ്പാളും ഭൂട്ടാനും സിക്കിമും ബംഗ്ലാദേശും പാകിസ്ഥാനും സിലോണും എല്ലാം ഹിന്ദുമത രാജ്യങ്ങളാണ്. എന്നാൽ ഹിമാലയ പർവ്വതം കഴിഞ്ഞ് വടക്കോട്ട് പോയാൽ ഏറ്റവും വടക്കുള്ള ക്ഷേത്രം ചൈനയുടെ തലസ്ഥാനമായ പിക്കിങ്ങിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ തെക്കാണ്. തെക്കൻ ചൈനയിൽ മാത്രം ഇപ്പോഴും 4000 ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നു. അതിലേറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്, കാൻറ്റണിലെ ക്ഷേത്രം. ആ ക്ഷേത്രം പണിയിച്ചത് തെക്കേ ഇന്ത്യയിലെ 18 സിദ്ധന്മാരുള്ളതിൽ 3ാമത്തെ സിദ്ധൻ ഭോഗറാണ് ചൈനയിൽ പോയി കാൻറ്റണിലെ ക്ഷേത്രം പണിഞ്ഞത്. ആ ഭോഗരാണ് പളനിമലയിലെ പ്രസിദ്ധമായ ക്ഷേത്രം, സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രം പഴനിയിൽ സ്ഥാപിച്ചത് ഈ ഭോഗരാണ്. ചൈനയിലെ കാൻറ്റണിൽ പ്രസിദ്ധമായ ക്ഷേത്രം സ്ഥാപിച്ച ഭോഗർ. ഇന്ത്യയിൽ നമ്മൾ കിഴക്കോട്ട് പോയാൽ ബർമ്മ ഒരു ഹിന്ദുമത രാജ്യമായിരുന്നു. മലേഷ്യ ഇന്ന് മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണ്, അത് ഹിന്ദുമത രാജ്യമായിരുന്നു. അതിനപ്പുറത്ത് തായ്ലൻഡ് അന്നും ഹിന്ദുമത ഭൂരിപക്ഷമാണ്, ഇന്നും ഹിന്ദുമത ഭൂരിപക്ഷമാണ്, 80%. അവരുടെ രാജാക്കന്മാരുടെ എല്ലാം പേര് സംസ്കൃതമാണ്. ഭൂമി ബോൽ അതുല്യ തേജസ്സുള്ള ഭൂമിയുടെ ഭരണാധികാരി, ഭൂമി ബോൽ അതുല്യ തേജ്. തായ്ലൻഡിൻ്റെ പഴയ പേരെന്താണ്? സയാം. ഇവിടെ നിന്ന് ഈ സയാം സംസ്കൃതത്തിൽ ശ്യാമദേശം, സംസ്കൃതത്തിലെ ശ്യാമമാണ് അവിടെ സയാം എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. തായ്ലൻഡ് അപ്പുറത്ത് കിടക്കുന്ന രാജ്യം കംബോഡിയ ഒരു ഹിന്ദുമത രാജ്യമായിരുന്നു. ഇന്ത്യയിലെ പ്രസിദ്ധമായ ഒരു ഹിന്ദുമത രാജവംശമാണ് നാഗന്മാർ എന്ന് പറഞ്ഞാൽ പാമ്പാന്നും ധരിച്ചുള്ളായിരുന്നു. ആ നാഗന്മാരുടെ പ്രധാനപ്പെട്ട രാജാവായിരുന്നു തക്ഷൻ. ആ തക്ഷൻ ഉണ്ടാക്കിയ പ്രസിദ്ധമായ പട്ടണമാണ് തക്ഷശില. ലോകത്തിലെ നളന്ദ കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റി, ചാണക്യനൊക്കെ പോയി പഠിച്ച യൂണിവേഴ്സിറ്റി, അത് തക്ഷൻ തലസ്ഥാനമാക്കി ഭരിച്ച സ്ഥലമാണ്. ഈ തക്ഷശില എവിടെയാണ്? പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് 75 കിലോമീറ്റർ വടക്കാണ് തക്ഷശില. ആംഫി മലനിരയുടെ മുകളിലാണ്. അതേ നാഗരാജവംശം ഡൽഹി ഭരിച്ചിരുന്നു. ഡൽഹി ഭരിച്ച തക്ഷൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചെടുക്കാൻ വേണ്ടി അർജുനൻ വന്ന് കാണ്ഡവവനം ദഹിപ്പിച്ച് തക്ഷനെ തോപ്പിച്ച് ഡൽഹി പിടിച്ചെടുത്തു. നാഗന്മാരുടെ കയ്യിൽ നിന്നാണ് ഡൽഹി പിടിച്ചെടുക്കുന്നത്. ത്രിവേണി സംഗമം ഇപ്പോൾ 144 വർഷത്തിനിടയ്ക്ക് നടക്കുന്ന മഹാകുംഭമേള. 12 വർഷം കൂടുമ്പോഴാണ് കുംഭമേള നടക്കുന്നത്. ഞാൻ 1984 1 കോടി ആളുകൾ വന്ന കുംഭമേള കണ്ടു. അങ്ങനെ 12 കുംഭമേളകൾ കഴിയുമ്പോൾ 144 കൊല്ലം കൂടുമ്പോഴാണ് മഹാകുംഭമേള നടക്കുന്നത്. 2024 മഹാകുംഭമേള നടക്കുകയാണ്. 4.5 കോടി ആളുകൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. 26-ാം തീയതി ഫൈനലാവുമ്പോഴേക്കും 6 കോടി ക്രോസ് ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ത്രിവേണി സംഗമം ഭരിച്ചിരുന്നത് ഒരു നാഗ രാജവംശം ആയിരുന്നു. മൗര്യ രാജവംശത്തിലെ പ്രസിദ്ധനായ ചന്ദ്രഗുപ്ത മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചു. മൗര്യ സാമ്രാജ്യത്തിന് മുമ്പ് അവിടെ ഭരിച്ചിരുന്ന നന്ദന്മാരാണ്. അതിനു മുമ്പ് ഭരിച്ചിരുന്നത് ശിശു നാഗ രാജവംശം. ഈ നാഗവംശത്തിൻ്റെ ഒരു ബ്രാഞ്ചായിരുന്നു ശിശു നാഗന്മാർ. ആ നാഗരാജവംശം മഹാരാഷ്ട്ര ഭരിച്ചു. അവരുടെ തലസ്ഥാനമാണ് നാഗ്പൂർ. ആ നാഗരാജവംശം തമിഴ്നാട് ഭരിച്ചു. അങ്ങനെ നാഗർകോവിലും നാഗപട്ടണവും നാഗരൂരും ഉൾപ്പെട്ട വലിയ പട്ടണങ്ങൾ അവർ പണിഞ്ഞു. അതിലെ ഒരു നാഗരുടെ ബ്രാഞ്ച് 2200 കൊല്ലത്തിന് മുമ്പ് കേരളത്തിലേക്ക് വന്നു. ആ കേരളത്തിലേക്ക് വന്ന നാഗർ ആണ് ഇപ്പം നമ്മൾ നായർ എന്ന് പറയുന്ന ജനവിഭാഗം. ഈ രാജവംശങ്ങളുടെയൊക്കെ പിന്തുടർച്ചയാണ്. ആ നാഗരാജവംശത്തിൻ്റെ ഒരു ബ്രാഞ്ച് കംബോഡിയയിൽ പോയി. കംബോഡിയയിലെ പ്രസിദ്ധമായ രാജവംശം. ആ രാജവംശത്തിലെ ഒരു രാജകുമാരിയെ തമിഴ്നാട്ടിൽ നിന്ന് പോയ ഗണാഠ്യൻ എന്ന് പറയുന്ന ഒരാൾ വിവാഹം കഴിച്ചു. അങ്ങനെയാണ് കംബോഡിയയിലെ പ്രസിദ്ധമായ രാജവംശം ഉണ്ടായത്. കംബോഡിയ ഹിന്ദുമത രാജ്യമായിരുന്നു. ആ കംബോഡിയയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം നിൽക്കുന്നത്. ഇന്ത്യക്കകത്തല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രം കംബോഡിയയിലെ അങ്കോർ വാറ്റ് എന്ന ക്ഷേത്രം 10 ചതുരശ്ര കിലോമീറ്ററാണ് നിൽക്കുന്നത്. ചേർത്തല തൊട്ട് പള്ളിപ്പുറം ഒരു ക്ഷേത്രം എന്നാൽ എങ്ങനെയാണോ നിങ്ങളത് മനസ്സിൽ ധരിച്ചാൽ മതി.
5500 ഏക്കറിലാണ് ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത്. ഒരു സ്ഥലത്ത് നിന്നാൽ ക്ഷേത്രം മുഴുവൻ കാണാൻ പറ്റിയില്ല. ആകാശത്ത് പോയി ഹെലികോപ്റ്റർ നോക്കിയാലേ അത് മുഴുവൻ കാണാൻ പറ്റുള്ളൂ. ബൃഹത്തായ ക്ഷേത്രം ഈ നാഗരാജവംശം പണിഞ്ഞാണ്. ആ രാജവംശത്തിലുള്ള പ്രസിദ്ധരായ രാജാക്കന്മാർ 1200 മുതൽ 1600 കാലഘട്ടത്തിലാണ് അത് പണിയുന്നത്. രാജവംശം. കംബോഡിയയുടെ അപ്പുറത്ത് വിയറ്റ്നാമായത് 250 വർഷത്തിന് മുമ്പ് വിയറ്റ്കോങ്ങൾ അത് പിടിച്ചെടുക്കുമ്പോഴാണ്. അതിനുമുമ്പ് വിയറ്റ്നാം ഒരു ഹിന്ദു മത രാജ്യമായിരുന്നു. വിയറ്റ്നാമിനെ വിളിച്ചിരുന്ന പേര് ചമ്പ എന്നാണ്. തായ്ലൻഡും ബർമയും മലേഷ്യയും ലാവോസും കംബോഡിയയും വിയറ്റ്നാം ഉൾപ്പെട്ട ഭൂപ്രദേശങ്ങൾ 3 ഹിന്ദുമത രാജ്യങ്ങളായിരുന്നു. വളരെ ശ്രദ്ധേയമായി നമ്മൾ ആ രാജവംശങ്ങളെ ഹിന്ദു പേരിട്ട് തന്നെയാണ് വിളിക്കുന്നത്. വളരെ പ്രസിദ്ധമായ ചമ്പ രാജവംശവും ശ്രീ രാജവംശവും ജയശ്രീ രാജവംശവും ഉൾപ്പെട്ട രാജവംശങ്ങൾ. വിയറ്റ്നാമിൽ നമ്മൾ പസഫിക് സമുദ്രത്തിലേക്ക് ഇറങ്ങിയാൽ പസഫിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട 14 ദ്വീപുകളുടെ പേര് രാമായണത്തിലെ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പേരുകളാണ്. അതിൻ്റെയും വടക്കേ എന്നാൽ വടക്കൻ പസഫിക്കിൽ ഒരു ദ്വീപുണ്ട്, ഈസ്റ്റർ ഐലൻഡ് എന്നിപ്പോൾ നമ്മൾ വിളിക്കുകയാണ്. ആ ഈസ്റ്റർ ഐലൻഡിൽ നിന്നാണ് സൈന്ധവ നദീതട സംസ്കാരത്തിൻ്റെ ലിപി ഇന്ത്യക്ക് പുറത്തുനിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. സൈന്ധവ നദീതട സംസ്കാരം സിന്ധു നദി തീരത്ത് മാത്രമായിരുന്നില്ല, അതിങ്ങനെ പടർന്ന് ഇന്ത്യ കടർന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ വഴി അങ്ങ് പസഫിക്കിൽ നിന്ന് വടക്ക് വരെ എത്തി. അതുകൊണ്ടാണ് ഇവിടുത്തെ സ്ക്രിപ്റ്റ് ഈസ്റ്റർ ഐലൻഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. പസഫിക് സമുദ്രം തെക്കെത്തുമ്പോഴേക്കും മഹത്തായ ഇന്തോനേഷ്യ, 22,000 ദ്വീപുകളുള്ള ഇന്തോനേഷ്യ ഒരു ഹിന്ദുമത രാഷ്ട്രമായിരുന്നു. ഇപ്പോഴും ഇന്തോനേഷ്യയുടെ ഒരു ദ്വീപ് ഉണ്ട്. ആ ദ്വീപ് ബാലി ദ്വീപാണ്. ബാലി ദ്വീപ് 95% ഹിന്ദുക്കളാണ് ഇപ്പോഴും. SK പൊറ്റക്കാട് ബാലി കാണാൻ പോയി. എന്നിട്ട് അദ്ദേഹം യാത്രാവിവരണത്തിൽ എഴുതിയിരിക്കുകയാണ്, നടന്ന് ഞാനങ്ങ് കോഴിക്കോട്ടെ ചേവായിലെത്തിയോ എന്ന് സംശയിച്ചു പോയി. ബാലിദ്വീപിൽ ചെന്നാൽ കേരളം പോലെ ഇരിക്കും. ബാലിദ്വീപിലെ മുഴുവൻ ക്ഷേത്രവും കേരളത്തിലെ ക്ഷേത്രങ്ങൾ പോലെയാണ്. കേരളത്തിൽ നിന്നാണ് ശില്പികൾ പോയത് ബാലിദ്വീപിലെ ക്ഷേത്രങ്ങൾ പണിയാൻ. അതുകൊണ്ട് ഇവിടുത്തെ വണിക വൈശ്യന്മാരുടെ സ്വാധീനത്തിൽ അവിടെ പണിഞ്ഞ വിശ്വകർമ്മജർ നമ്മുടെ ഇവിടുന്ന് പോയ ആളുകളായിരുന്നു. അതുകൊണ്ട് ബാലിദ്വീപിലെ ക്ഷേത്രങ്ങളും ബാലിദ്വീപിലെ നൃത്തവും കേരളത്തിലെ നൃത്തവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇന്തോനേഷ്യയിലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ക്ഷേത്രം. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിൽ നിന്ന് ഒരു 150 കിലോമീറ്റർ വെസ്റ്റിലോട്ട് വരുമ്പോൾ അവിടെയാണ് ബൊറോബുദൂർ ക്ഷേത്രം. ബൊറോബുദൂർ ക്ഷേത്രത്തിൻ്റെ നീളം 1.5 കിലോമീറ്ററാണ്. മെയിൻ ഗേറ്റിലുള്ള ക്ഷേത്രത്തിൽ കയറിയാൽ ക്ഷേത്രത്തിനകത്തൂടെ 1.5 കിലോമീറ്റർ യാത്ര ചെയ്തെങ്കിലേ ക്ഷേത്രത്തിൻ്റെ പുറകിൽ ചെല്ലുള്ളൂ. അത്ര നീളമുണ്ട്. ലോകത്തിൽ ഒരു മതത്തിനും 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു ആരാധനാലയം ഇല്ല. ലോകത്ത് ഒരു മതത്തിനും 10 ചതുരശ്ര കിലോമീറ്ററുള്ള അങ്കോർ വാറ്റ് പോലെ ഒരു ആരാധനാലയം ഇല്ല. ഇന്തോനേഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ഇപ്പോഴും സരസ്വതിയാണ്, ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, പക്ഷേ അവിടുത്തെ മന്ത്രിസഭയിൽ എപ്പോഴും ഹിന്ദുക്കളുണ്ടാവും. അതിലൊന്നാണ് സരസ്വതി. ഇന്തോനേഷ്യയിൽ നമ്മൾ ഇറങ്ങി നേരെ പസഫിക്കിൽ നിന്ന് കുറച്ചുകൂടെ പോയാൽ ഫിജി എന്നൊരു ദ്വീപാണ്, ദ്വീപസമൂഹമാണ്. 202 ദ്വീപുകളാണ്. ഫിജിയിൽ ഇപ്പോഴും ഹിന്ദുമത ഭൂരിപക്ഷമാണ്. 63% ഓഫ് ദ പീപ്പിൾ ഹിന്ദുക്കളാണ്. അവിടെ ഇടയ്ക്ക് ചൗധരിയായിരുന്നു പ്രധാനമന്ത്രി. ഇപ്പോൾ ഒരു പട്ടാള വിപ്ലവത്തിലൂടെ അവിടുത്തുകാരാ ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. ഫിജിയിലെ ദ്വീപുകൾ ഒന്നിൻ്റെ പേര് രമണക ദ്വീപ് എന്നാണ്. ആ ദ്വീപിലെ ആളുകൾ പറയുന്നു, ഞങ്ങൾ കാളിയന്മാരാണ്, ഞങ്ങളുടെ ഭഗവാൻ കൃഷ്ണൻ യമുനാനദി തീരത്ത് നിന്ന് ഓടിച്ചാണ്, അങ്ങനെ ഞങ്ങളിവിടെ വന്ന് താമസിക്കുകയാണെന്ന് അവർ പറയുകയാണ്. അവർ പറയുന്നതും കേട്ടിട്ട് നമ്മൾ ശ്രീമദ് ഭാഗവതം വായിക്കുമ്പോൾ അതിൻ്റെ 10ാം സ്കന്ധത്തിൽ നമ്മൾ ശ്രദ്ധേയമായൊരു കഥ കാണുകയാണ്. കാളിന്തി നദി മുഴുവൻ വിഷലിപ്തമാക്കി കാളിയൻ ഭഗവാൻ ആൽമരത്തിന് മേളിൽ നിന്നെടുത്തൊരു ചാട്ടം അവൻ്റെ തലയിലോട്ട്, എന്നിട്ട് അവനെ അങ്ങോട്ട് ചവിട്ടി പരുവാക്കി. അപ്പോൾ കാളിയൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. ഭാര്യമാർ വന്ന്
ഭഗവാനോട് ഭഗവാനെ ഭർത്താവിനെ കൊല്ലല്ലേ എന്ന് പറഞ്ഞു. കാളിയന് 4 ആൺമക്കളുണ്ടായിരുന്നു. അവർ വന്ന് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ എന്ന്. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ അച്ഛനെയൊന്നും കൊല്ലാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷേ ഈ നദി ഇനി വിഷലിപ്തമാക്കാൻ പറ്റിയല്ല. നീ നിൻ്റെ ഭാര്യയും മക്കളെയും കൂട്ടി കടലിൽ കടന്ന് 4000 യോജനയ്ക്ക് അപ്പുറത്ത് പോയി രമണക ദ്വീപുണ്ട്, അവിടെ പോയി താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഭാഗവതം വായിക്കുമ്പോൾ കാളിനദി തീരത്ത് നിന്ന് കാളിയനെ 4000 യോജനയ്ക്കപ്പുറത്ത് രമണക ദ്വീപിലേക്ക് അയച്ചു എന്ന് ഭാഗവതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാ ഇന്ത്യയുടെ തീരത്ത് നിന്ന് 4000 കിലോമീറ്റർ ചെല്ലുമ്പോൾ രമണക ദ്വീപ്, അവിടെ കാളിയന്മാരുണ്ട്. അവർ പറയുന്നു അവരുടെ പൂർവികനെ ഭഗവാൻ കൃഷ്ണൻ യമുനാനദി തീരത്ത് നിന്ന് ഓടിച്ചാണ്. എന്തൊരു സാമ്യം! നമ്മൾ അമ്പരന്ന് പോവാണ്. ഫിജിയിൽ നിന്ന് അവിടെ നിന്ന് ഒരു 1000 കിലോമീറ്റർ പോകുമ്പം ഓസ്ട്രേലിയ എന്ന ദ്വീപാണ്. 72 ലക്ഷം ചതുരശ്രമുള്ള ദ്വീപാണ്. ആ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും മവോറീസ് എന്നൊരു ജനവിഭാഗമാണ് താമസിക്കുന്നത്. അവർക്കൊരു പുണ്യക്ഷേത്രം ഉണ്ടായിരുന്നു. അതിനകത്ത് ആരെയും കയറ്റുകയില്ല. പക്ഷേ 1986 ഒരു ഇടി വെട്ടി, അതിൻ്റെ മേൽക്കൂര ഇടി വെട്ടി. അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ആളുകൾ അകത്ത് കയറി. അപ്പോൾ അവരുടെ ഏറ്റവും വിശുദ്ധമായൊരു സാധനമുണ്ട്, ഒരു മണി. ആ മണി പരിശോധിച്ചപ്പം ആ മണിക്കകത്ത് പരമശിവൻ്റെ പേര് തമിഴ് ലിപികളിൽ കൊത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ മവോറികളുടെ രക്തം എടുത്തിട്ട് അവരുടെ DNA ടെസ്റ്റ് ചെയ്തു, ഇവന്മാർ എവിടെ നിന്നാണ് വന്നതെന്നറിയാൻ വേണ്ടി. ആദ്യം എല്ലാവരും ധരിച്ചത് പോളിനേഷ്യൻ പീപ്പിളാണ്. പക്ഷേ പോളിനേഷ്യൻ പീപ്പിളുമായിട്ട് അവർക്ക് കാഴ്ചയ്ക്കൊരു സാമ്യമില്ല. കണ്ടാൽ ഇന്ത്യക്കാരെ പോലെ ഇരിക്കുന്നു. മവോറികളുടെ രക്തം എടുത്ത് പരിശോധിച്ചപ്പോൾ തമിഴ്നാട്ടിലെ ഇരുളരുടെയും കേരളത്തിലെ ഉള്ളാടരുടെയും രക്തമാണ് ഈ ഓസ്ട്രേലിയയിലെ മവോറികൾക്കുള്ളത്. അവർ ഇന്ത്യയിൽ നിന്ന് പോയ ശൈവാരാധനക്കാരായ ഇരുളരുടെയും ഉള്ളാടരുടെയും പിൻഗാമികളാണെന്ന് ശാസ്ത്രം കണ്ടെത്തി. അപ്പോൾ സനാതനധർമ്മം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദുമതത്തിൻ്റെ ഒരു പാർട്ടൊന്നുമല്ല. 46 രാജ്യങ്ങളിൽ പരന്നു കിടന്ന യൂറോപ്പും ആഫ്രിക്കയും ഏഷ്യയും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ഓസ്ട്രേലിയയും പസഫിക് ദ്വീപുകളും ഉൾപ്പെട്ട വിശാലമായൊരു ഭൂപ്രദേശത്തുണ്ടായിരുന്ന വിശ്വാസംഹിതയാണ് സനാതന ധർമ്മം. ആ സനാതന ധർമ്മം ഒരു 700 വർഷങ്ങൾക്ക് മുമ്പ് വിദേശാധിപത്യത്തിൽപ്പെട്ടു. ആദ്യം ഒരു 500 വർഷം മുസ്ലിങ്ങൾ ഭരിച്ചു. പിന്നെ ഒരു 200ഓളം വർഷം യൂറോപ്യൻസ്, ബ്രിട്ടീഷുകാർ ഭരിച്ചു. ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തിന് അടിപ്പെട്ടാൽ 300 വർഷം കഴിഞ്ഞുള്ള സംസ്കാരത്തിൻ്റെ പൊടി പോലും ഭൂമിയിൽ ബാക്കിയുണ്ടാവില്ല. ഈജിപ്ഷ്യൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, സുമേറിയൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, ബാബിലോണിയൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, അസീറിയൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, സൈന്ധവ നദിയുടെ സംസ്കാരം രക്ഷപ്പെട്ടില്ല, റോമൻ സംസ്കാരം രക്ഷപ്പെട്ടില്ല, ഗ്രീക്ക് സംസ്കാരം രക്ഷപ്പെട്ടില്ല. പക്ഷെ ചരിത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് 700 കൊല്ലത്തെ വിദേശാധിപത്യത്തിന് ശേഷം സനാതന ധർമ്മം സടകുടഞ്ഞ് എഴുന്നേറ്റ് 1947 ആയപ്പം ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ന് ആ സനാതന ധർമ്മം ചരിത്രത്തെ അമ്പരപ്പിച്ചുകൊണ്ട് 700 കൊല്ലത്തെ വിദേശാധിപത്യത്തിന് ശേഷം സടകുടഞ്ഞ് എഴുന്നേറ്റു. അങ്ങനൊരു സംഭവം ലോക ചരിത്രത്തിലില്ല. അങ്ങനെ സടകുടഞ്ഞ സനാതന ധർമ്മം ഇന്ന് ലോകത്ത് വലിയ സ്വാധീനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റ് 30 ദിവസത്തിന് മുമ്പ് വരെ കമല ഹാരിസ്, തമിഴ്നാട്ടുകാരിയായ ഒരു ബ്രാഹ്മണ സ്ത്രീ പ്രസവിച്ച കുട്ടി അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായി. ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻ്റ് ഭാര്യയോ ആന്ധ്രാക്കാരിയായ ഒരു ബ്രാഹ്മണ സ്ത്രീ അമേരിക്കയിലെ വൈസ് പ്രസിഡൻ്റ് ഭാര്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു 200 വർഷം. പക്ഷേ 6 മാസം മുമ്പ് വരെ ആ ബ്രിട്ടനെ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രി, അദ്ദേഹം സനാതർമ്മ വിശ്വാസിയായിരുന്നു. ദിവസവും വീട്ടിൽ വിളക്ക് കൊളുത്തി രാമം പാഹിമം പാടുന്ന ആളായിരുന്നു. ഋഷിപ്രോക്ത പരമ്പരയുടെ പേരുള്ളവരായിരുന്നു. അഗ്നിയെ ആരാധിക്കുന്ന ഋഷി സുനാക്, ഹിന്ദു, ബ്രിട്ടീഷുകാരൻ്റെ പ്രധാനമന്ത്രിയായി. ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ 2 ഹിന്ദു മന്ത്രിമാരുണ്ട്. അമേരിക്കൻ പാർലമെൻറ്റിൽ 7 ഹിന്ദുക്കൾ അവിടുത്തെ എംപിമാരാണ്. കാനഡ പാർലമെൻറ്റിൽ 8 പേർ ഇന്ത്യക്കാരാണ് മന്ത്രിമാർ. ആഫ്രിക്ക കഴിയുമ്പോഴോ മൊറീഷ്യസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഹിന്ദുക്കളാണ്. സിംഗപ്പൂരിനെ വലിയ സിംഗപ്പൂറാക്കിയ മഹാനായ ലീ ക്വാൻ യൂവിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു?
രാജൻ ദേവൻ നായർ. നമ്മുടെ നാഗർകോവിലുകാരനൊരു നായരായിരുന്നു 12 കൊല്ലം സിംഗപ്പൂരിൻ്റെ പ്രസിഡൻറ്റ്. ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആരാണ്? ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് മധുരക്കാരൻ, എന്തെന്നാ ഒരു ഹിന്ദു ആണ് സിംഗപ്പൂരിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്. സിറാലിയോണിൻ്റെ പ്രസിഡൻറ്റ് ഒരു ഇന്ത്യക്കാരൻ. വേൾഡ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റ് ഒരു ഇന്ത്യക്കാരൻ. ഇന്തോനേഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ഹിന്ദു ബ്രാഹ്മണ സ്ത്രീ. ന്യൂസിലൻഡിൻ്റെ ഫോറിൻ മിനിസ്റ്റർ പ്രിയങ്ക നായർ, അങ്കമാലിക്കാരി നായർ സ്ത്രീയാണ് ന്യൂസിലൻഡിൻ്റെ ഫോറിൻ മിനിസ്റ്റർ. ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൽ 5 പേരുണ്ട്. ഒന്നെൻ്റെ ഒരു കസിനാണ് അവിടുത്തെ ഒരു MP. പക്ഷെ അവിടുത്തെ മന്ത്രിസഭയിൽ ഹിന്ദുവായ ഒരാൾ അവിടെ മന്ത്രിസഭയിലുണ്ട്. 13 രാജ്യങ്ങളിൽ ഇന്ന് ഹിന്ദുക്കൾ അല്ലെങ്കിൽ 2 കോടിയൊക്കെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. 3.5 കോടി ആളുകൾ ഇന്ന് NRIs ആയി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ താമസിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായി സനാതനധർമ്മം ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്നു. അമേരിക്കയുടെ സിലിക്കൺ വാലി ചെന്നാൽ 35% ഇന്ത്യക്കാരാണ്. അമേരിക്കയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നാസയിൽ ചെന്നാൽ 30% ശാസ്ത്രജ്ഞന്മാർ ഇന്ത്യക്കാരാണ്. വേൾഡ് ബാങ്കിൻ്റെ ചെയർമാൻ അജയ് ക ഇന്ത്യക്കാരനാണ്. അമേരിക്കയുടെ എക്കണോമിക് പോളിസി നിശ്ചയിക്കുന്ന കൗൺസിലിലെ 5 പേർ ഇന്ത്യക്കാരാണ്. ഇങ്ങനെ ലോകത്തെ സ്വാധീനിക്കുന്ന വലിയൊരു സംഹിതയായി സനാതന ധർമ്മം നിലകൊള്ളുന്നു.